പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആളിനെ മനസ്സിലായല്ലോ. ഇതാണ് പ്രിൻസ് ജോൺസൺ. വെളനാടുകാരനാണ്, നമ്മുടെ തേവങ്കോട് സ്വദേശിയാണ്. എന്താണ് ഞാൻ പ്രിൻസിനെ കാണാൻ വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തിനാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? റോട്ടൺ സൊസൈറ്റി എന്ന പേരിൽ ഒരു മലയാള സിനിമ ഉണ്ടാകുന്നു. അതിന് അന്തർദേശീയ അവാർഡുകൾ 130ഓളം അന്തർദേശീയ അവാർഡുകൾ ലഭിക്കുന്നു. അതിൻ്റെ പ്രതിനായക വേഷം ചെയ്ത പ്രിൻസിന് 10ഓളം അവാർഡുകൾ അല്ലാതെ ലഭിക്കുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ നാട്ടുകാരനായ ഒരാളെ പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരാവശ്യമാണ്. ഇനിയും ഉയരങ്ങളിലെത്താൻ ഇതൊരു ചവിട്ടുപടിയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക്, ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രിൻസേ, നമസ്കാരം. നമസ്കാരം. പിന്നെ പ്രേക്ഷകരോട് നമ്മളെ ആൾക്കാരാണ് എല്ലാവരും, അറിയാമല്ലോ, നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഈ സിനിമാ വിശേഷങ്ങൾ ഒന്ന് പറയും. ഈ റോട്ടൺ സൊസൈറ്റി എന്ന സിനിമ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ SS ജിഷ്ണുദേവിനെ പരിചയപ്പെട്ട ശേഷമാണ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് വേറൊരു സിനിമയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചിൽ വെച്ചിട്ട്, മാരായമുട്ടം എന്ന ചർച്ചിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ആ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങി. ഈ ഷൂട്ട് സമയത്ത് പുള്ളിക്കാരനാണ് ക്യാമറ ചെയ്തുകൊണ്ടിരുന്നത്. 2 ദിവസം ഉറക്കം പോലും കളഞ്ഞ് ആ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്ത ആളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സംസാരിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു വേറൊരു പടം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ റോട്ടൺ സൊസൈറ്റി സിനിമയെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതിൽ നെഗറ്റീവ് റോള് ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം നെഗറ്റീവ് റോള് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നെഗറ്റീവ് റോള് ചെയ്യാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പടം ഇങ്ങനെ സ്റ്റാർട്ടായി, ഷൂട്ടെല്ലാം കഴിഞ്ഞ് ശരിക്കും ഫെസ്റ്റിവൽ മൂവിയാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞു. അപ്പോൾ ഫെസ്റ്റിവലുകളെല്ലാം കഴിഞ്ഞിട്ടാണ് പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പടം 130 ഇൻ്റർനാഷണൽ ലെവലിൽ അവാർഡ് കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും റെക്കോർഡുകളിലോട്ടാണ് ഈ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കും അതിൽ 10 അവാർഡ് സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞു. അതിൽ ഒരു അവാർഡ് എന്ന് പറയുമ്പം ഒനിറോസ് ഇൻ്റർനാഷണൽ ഫിലിം അവാർഡാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അവാർഡാണ്, വേൾഡ് ലെവലിലുള്ള ഒരു അവാർഡാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ റോട്ടൺ സൊസൈറ്റി എന്നുള്ള സിനിമ അഭിനയിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടാനായിട്ട് പറ്റിയത്. കാരണം വെള്ളാണ്ടല്ലേ, നമ്മൾ പഠിച്ചത് വെള്ളാണ്ടാണ്. ഞാൻ 2004. ഈ 2004 പ്ലസ് ടു വരെ പഠിച്ചു. അത് SLC വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ അഭിനയമാണ് നമ്മൾ ഒരു മേഖലയെന്ന് കണ്ടെത്തിയത്? എങ്ങനെയാണ് ഇതിലോട്ട് തിരിഞ്ഞത്? എങ്ങനെയാണ് അത് തിരിയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ ടൈമിലാണ്, അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ശരിക്കും സിനിമ നടനാവണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടായത്. ആ ആഗ്രഹം ഇങ്ങനെ നടന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് നേരെ ക്യാമറയുടെ മുന്നിലെത്തുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ വരെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റി. പ്രേക്ഷകന് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ എത്ര കാലമെടുക്കും? ഈ ഒരു പടം ശരിക്കും ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. OTT ആണോ ഉദ്ദേശിക്കുന്നത്, അതോ പബ്ലിക് റിലീസാണോ ഉദ്ദേശിക്കുന്നത്? 2 OTT നോക്കുന്നുണ്ട്, തിയേറ്റർ റിലീസ് നോക്കുന്നുണ്ട്. അത് ബാക്കി റിസൾട്ട് കൂടെ, ജൂറി റിസൾട്ട് വന്നിട്ടായിരിക്കാം അതിന്റെ കറക്റ്റ് തീരുമാനം വരുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഏതെല്ലാം സീരിയലുകളിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അറിയാമോ? ഏതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ട്? ഏതൊക്കെ പേരുകളാണ്? ഇവളമ്മൻ എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. സരയു എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ബാലഗണപതി എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ശരി. അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് ഫാമിലി ആരൊക്കെയുണ്ട്? ഫാമിലിയില് ഇപ്പോൾ ശരിക്ക് അമ്മമ്മ, ഞാനാണ് വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ട്, അച്ഛൻ ഞാനുമായിട്ട് സുഹൃത്തുക്കളായിരുന്നു പറയാം. ഞാനായിട്ട് വെള്ളനാട് ഒരുവിധപ്പെട്ട ആൾക്കാരും ഉണ്ടല്ലോ. നല്ല അച്ഛനെ സംബന്ധിച്ച് വെള്ളനാട് ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ വെള്ളനാട് പഞ്ചായത്തിൽ സംബന്ധിച്ചിട്ട് അറിഞ്ഞുകൊടുക്കുന്നത് വളരെ കുറവാണ്. അതുപോലെ സുനിലേട്ടന്റെ അടുത്ത സുഹൃത്തും കൂടെയൊക്കെയാണ്. പിന്നെ ചേച്ചിയാണ് സഹോദരി. അപ്പൊ ചേച്ചി വിവാഹം കഴിഞ്ഞ്
മക്കള് 2 പെൺകുട്ടികളാണ്. പിന്നെ സെന്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ശരിക്ക് പിന്നെ അളിയൻ ബിസിനസ് തന്നെയാണ്. അപ്പൊ അവര് ഫാമിലി ആയിട്ട് മണ്ണന്തല സിറ്റിയിലാണ് താമസം. വിവാഹമായിട്ട് ഒന്നും ആയില്ലല്ലോ? എന്റെ വിവാഹം ഒന്നും ആയിട്ടില്ല. അല്ല, എനിക്ക് ചെറിയ ചില കള്ളത്തരങ്ങൾ അറിയാം. മനസ്സിലായില്ലേ? ഒരാളെ കാണുമ്പോഴേ കുറച്ചൊക്കെ അറിയാം. പ്രേമം വല്ലതും ഉണ്ടായിരുന്നു? പ്രേമം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അത് നടക്കാതെ ഇരുന്ന് അത് അത്രയും പറഞ്ഞാൽ മതി. നടന്നില്ല. വിവാഹത്തിലോട്ട് പോകാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അല്ലാതെ വിവാഹം നോക്കുന്നുണ്ട്. പിന്നെ ഭാര്യയെ പറ്റി കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. ഇനി ഈ നമ്മളെ മുന്നോട്ടുള്ള പ്രോജക്റ്റുകളെന്ന് പറയും. മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്ക് മഴവിൽ കനവുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ. അപ്പൊ അത് ശരിക്ക് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും SS ജിഷ്ണുദേവ് എന്നെ സംവിധാനം ചെയ്തിരിക്കുന്ന. പിന്നെ ശരിക്ക് വേറെ ഒരു പുതിയ പ്രോജക്റ്റ് അതിന്റെ സ്ക്രിപ്റ്റ് നടക്കുകയാണ്. അപ്പൊ അത് ഉടനെ ഈ ഒരു പടങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് ഷൂട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ പ്രിൻസേ, നമ്മളിപ്പം അഭിനയിക്കുന്നു, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കലാപരമായ കഴിവുകൾ ഉണ്ടോ? കലാപരമായിട്ടുള്ള കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ് ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വരപ്പിൽ ഇപ്പൊ അങ്ങനെ ചെറുതായി ചെയ്യുന്നില്ല. പിന്നെ ശരിക്ക് ജഡ്ജ്മെന്റ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. സ്കൂൾ കലോത്സവം, കേരളോത്സവം, അങ്ങനെ സഭാമേള മത്സരം. പാട്ട് പാടും? പാട്ട് ഇതിനിടയ്ക്ക് എവിടെയോ കണ്ടതായി ഓർക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? കൊയറിൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കൊയറിലൊക്കെ പാടിയിട്ടുണ്ട്. അല്ല, സിംഗിളായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ പാട്ട്. സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. കലാമേഖലയിലെ എല്ലാം ഇഷ്ടമാണ്. പിന്നെ അഭിനയായാലും പാട്ടായാലും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും അനത്തരായില്ലേ, പ്രേക്ഷകർക്ക് ഒരു 2 വരി കാച്ചി. പാതിരാപ്പുള്ളുണർന്നു, പരൽ മുല്ലക്കാടുണർന്നു, പൾമുളം കൂട്ടിലെ കാറ്റുണർന്നു, പാതിര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി, നീ മാത്രം ഉറക്കമെന്തേ, പിണക്കമെന്തേ. പിന്നെ വേറൊരു കാര്യം ചോദിച്ചത്, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എങ്ങനെയാണ് ഈ ഒരു കലാമേഖലയെ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെ ഒരു അനുഭവം പറ. അനുഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വീട്ടുകാർ ആൾറെഡി എപ്പോഴും സപ്പോർട്ടാണ്. അതിപ്പോ അമ്മയായാലും ചേച്ചിയായാലും ഒക്കെ സപ്പോർട്ടാണ്. അളിയൻ എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നാട്ടുകാർ സപ്പോർട്ടാണ്. തേവങ്കോട് ഉള്ളവരെല്ലാവരും സപ്പോർട്ടാണ്. വെള്ളനാടുകാർ സപ്പോർട്ടാണ്. പിന്നെ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവാർഡൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ആൾക്കാർക്ക് അറിയാം. അപ്പൊ അങ്ങനെ പ്രിൻസിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ലെവലിലൊക്കെയാണ് നിൽക്കുന്നത്. ഒരുപാട് ഇപ്പൊ വെള്ളനാട് പഞ്ചായത്ത് ലെവലിൽ ആദരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു സ്റ്റിക്കർ കണ്ടിരുന്നു, MLA വീട്ടിൽ വന്നിരുന്നു അല്ലേ? MLA വീട്ടിൽ വന്ന് ആദരിച്ച്, അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ ശരിക്ക് MD ആദരിച്ചു, പക്ഷെ വേറെ വേദിയിൽ വെച്ചാണ്. പിന്നെ ശരിക്കും ഇങ്ങനെ ഇപ്പോഴും ആദരവുകളും സ്വീകരണങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ വന്നത്, ഇനിയും നമ്മൾ ഇതേപോലെ കാണും. അപ്പോഴന്ന് പുതിയ വിശേഷങ്ങൾ, കുറച്ചുകൂടിയുള്ള കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചതിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണണം. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് നന്ദിയുള്ളത് ഈ സുനിൽ ചേട്ടനാണ്. സുനിൽ നീലിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു കലാകാരനാണ്. പിന്നെ എഴുത്തുകാരനാണ്, ആർട്ടുകാരനാണ്. അങ്ങനെ ഒരുപാട് കഴിവുള്ള ആളാണ്. ശരിക്കും സിനിമ നടനാനുള്ള ആളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ശരിക്ക് എന്നെ വെള്ളനാടിന്ന് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നത് സുനിലേട്ടനാണ്. അതിന് എത്ര വർഷമായാലും ഫസ്റ്റ് എടുക്കുന്ന ആൾ സുനിലേട്ടനാണ്. സുനിലേട്ടനടുത്തുള്ള പ്രത്യേകിച്ചുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ഞാൻ ഈ നിമിഷം അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് വെള്ളനാട് നോക്കുമ്പോൾ വെള്ളനാട് എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാണ്.
നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഊർജം കിട്ടുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരിക്കും ഇപ്പോൾ അഭിനയിച്ച് തന്നെ 3 പടം റിലീസ് ചെയ്യാനുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അത് റിലീസ് ചെയ്യും. പിന്നെ ശരിക്കും പുതിയ പ്രോജക്റ്റ് സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്നാഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.